എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം। ഈ വീഡിയോയിൽ हमारा पाठ्यपुस्तक बसंत कक्षा 6 का 5वां पाठ अक्षरों का महत्व, इसके शब्दार्थ, पर्याय, विलोम शब्द और प्रश्नोत्तर का विश्लेषण है। അഞ്ചാമത്തെ പാഠമായ അക്ഷരോं का महत्वത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും അനുബന്ധ കാര്യങ്ങളുമാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റവാക്യത്തിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ വീഡിയോയുടെ അവസാന ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ പാഠപുസ്തകത്തിലെ ആക്ടിവിറ്റിയുടെ ഓർഡറിലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. पाठ 5 अक्षरों का महत्व, नए शब्दों के अर्थ। दुनिया, संसार, तादाद, संख्या, नंबर्स। मूल, जड़ अथवा आधार, बेस। कल्पना, सोचना, अनुमान करना। अनादिकाल, जिस काल का आरंभ न हो। खोजना, ढूंढना, अन्वेषिക്കുക. स्वयं, खुद, सेल्फ. वनस्पति, पेड़ पौधे, वेजिटेशन. इस्तेमाल, उपयोग, यूज. प्रागैतिहासिक काल, इतिहास के पहले के काल. प्रागैतिहासिक मानव, इतिहास के पहले के काल के मानव. मानव, मनुष्य. अस्तित्व, कायम होना, एक्सिस्टेंस, നിലനിൽപ്പ്. വൃത്ത്, ഗോൾ ഘേര, വട്ടത്തിലുള്ള ഒരു വളയം. ചോദക്, സൂചക്, ഇൻഡിക്കേറ്റർ. സിൽസില, ക്രമം, സീരീസ്. മുഷ്കിൽ, കഠിൻ. शुरुआत, शुरू करना, आरंभ करना. कौम, जाति. पीढ़ी, किसी जाति या कुल की परंपरा की कोई कड़ी. ജനറേഷൻ, ഏതെങ്കിലും ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരമ്പരയുടെയോ ഒരു കണ്ണി, അതിനെയാണ് പീഠി എന്ന് പറയുന്നത്. ജ്ഞാൻ, ജാൻകാരി അഥവാ നോളജ്, അറിവ്. വികാസ്, പ്രഗതി, പ്രോഗ്രസ്. ലിപി, ലിഖ്നെ കെ ലിയെ പ്രയുക്ത ചിഹ്ന, എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് ലിപി. വിലോം ശബ്ദ, ആദി, അന്ത്, അനാദി, അനന്ത്. നയ, പുരാന, പഹലെ, बाद में. उचित, अनुचित, दृश्य, अदृश्य. मुश्किल, आसान, पिछले, अगले. ज्ञान, अज्ञान, सभ्य, असभ्य. देन पर्यायवाची शब्द. पुस्तक, किताब, ग्रंथ, पौधे. खोज, तलाश, परख, ढूंढ. मनुष्य, मनु, मानव, मनुज, आत्मी. दुनिया, संसार, लोक, विश्व, जगत, जग. प्रश्नोत्तर सुनिए पाठ से. पहला प्रश्न, पाठ में ऐसा क्यों कहा गया है कि अक्षरों के साथ एक नए युग की शुरुआत हुई? എന്തുകൊണ്ടാണ് പാഠത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തത്തോടൊപ്പം ഒരു പുതിയ യുഗം തന്നെ ആരംഭിച്ചു. उत्तर सुनिए. अक्षरों की खोज से आदमी अपने विचारों को लिखने की प्रक्रिया आरंभ हुई. അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തത്തോടുകൂടി മനുഷ്യൻ തൻ്റെ വിചാരങ്ങളെയും ചിന്തകളെയും എല്ലാം എഴുതുന്ന പ്രക്രിയ ആരംഭിച്ചു. अपने पूर्वजों के ज्ञान और अनुभव आने वाली पीढ़ियों को लिखित रूप में प्राप्त होने लगी. ഇത് തൻ്റെ പൂർവികരുടെ അനുഭവങ്ങളും അവരുടെ അറിവുകളുമെല്ലാം മറ്റൊരു തലമുറയ്ക്ക് അവർ എഴുത്ത് രൂപത്തിൽ ലഭിക്കാൻ തുടങ്ങി. इससे मानव जाति के विकास तेज होने लगी. ഇതിലൂടെ മനുഷ്യജാതിയുടെ പുരോഗമനം വളരെ ഫാസ്റ്റായി. ഇതിഹാസ കാ ആരംഭ ഹുവ, ഇതിഹാസം, ചരിത്രം ആരംഭിച്ചു. മനുഷ്യ സഭ്യ കഹലാനെ ലഗ, മനുഷ്യനെ സിവിലൈസ്ഡ് എന്ന് പറയാൻ തുടങ്ങി. ഇസ് പ്രകാർ एक नए युग की शुरुआत हुई. ഇങ്ങനെ ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭം തുടങ്ങി.
अक्षरों की खोज का सिलसिला कब और कैसे शुरू हुआ? പാഠ് പഠ്കർ ഉത്തർ ലിഖോ. അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തത്തിൻ്റെ ക്രമം സീരീസ് എന്നാണ് ആരംഭിച്ചത്? എവിടെ നിന്നാണ് ആരംഭിച്ചത്? പാഠം വായിച്ച് എഴുതുക. सबसे पहले प्रागैतिहासिक मानव ने अपने भावों को व्यक्त करने के लिए ചിത്ര സങ്കേതം का सहारा लिया. അപ്പോൾ പ്രാഗൈതിഹാസിക് മാനവ്, അതായത് ചരിത്രത്തിന് മുൻപുള്ള കാലഘട്ടത്തിലെ ആളുകൾ തൻ്റെ ഭാവങ്ങളെ വ്യക്തമാക്കാനായിട്ട് ചിത്രസങ്കേതങ്ങൾ ഉപയോഗിച്ചിരുന്നു. ये चित्र संकेत बाद में ഭാവസങ്കേതവും ബദൽ ഗയെ. ആ ചിത്രസങ്കേതങ്ങളെല്ലാം ചിത്രസൂചനകളെല്ലാം പിന്നീട് ഭാവസങ്കേതങ്ങളായി പരിണമിച്ചു. ജയ്സെ एक वृत्त के चारों ओर रेखाएं खींचकर सूर्य का चित्र बनाता था. ഒരു വൃത്തത്തിൻ്റെ 4 വശത്തും ചുറ്റുപാടും രേഖകൾ വരച്ചിട്ട് അത് സൂര്യൻ്റെ ചിത്രമായിരുന്നു. ये चित्र बाद में धूप या ताप का द्योतक बन गया. ഈ ചിത്രങ്ങൾ പിന്നീട് ചൂടിൻ്റെയോ അല്ലെങ്കിൽ വെയിലിൻ്റെയോ ഒക്കെ ചിഹ്നങ്ങളായി മാറി. ये भावसंकेत बाद में अक्षरों की खोज में परिणत हुआ. ഈ ഭാവസങ്കേതങ്ങൾ പിന്നീട് അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ പരിണമിച്ചു. यह खोज शुरू हुए मुश्किल से 6000 साल हुए. ഈ അക്ഷരത്തിനുള്ള കണ്ടുപിടുത്തം ആരംഭിച്ചിട്ട് ഏകദേശം 6000 വർഷങ്ങൾ ആയി. तीसरा प्रश्न, अक्षरों के ज्ञान से पहले मनुष्य अपनी बात को दूर दराज के इलाकों तक पहुंचाने के लिए किन किन माध्यमों का सहारा लेता था? ഈ അക്ഷരങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ തൻ്റെ വിഷയങ്ങളെ, വിചാരങ്ങളെ, ചിന്തകളെയൊക്കെ അങ്ങ് ദൂരെ ദൂരെയുള്ള ഗ്രാമങ്ങളിലും മറ്റും എങ്ങനെയാണ് എത്തിച്ചിരുന്നത്? എന്തിൻ്റെയെല്ലാം മാധ്യമത്തിലൂടെയാണ് എത്തിച്ചിരുന്നത്? ഉത്തർ സുനിയെ. अक्षरों के ज्ञान से पहले मनुष्य चित्र संकेतों के सहारे अपने भाव व्यक्त करता था. അക്ഷരങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ചിത്രസങ്കേതങ്ങളിലൂടെ തൻ്റെ ഭാവങ്ങളെ വ്യക്തമാക്കിയിരുന്നു. ഇനിയും ചിത്രസങ്കേതों के माध्यम से वह दूर दराज के इलाकों तक अपनी बात पहुंचाया करता था. ഈ ചിത്രസങ്കേതങ്ങൾ മുഖേന അവരങ്ങ് ദൂരെയുള്ള ഗ്രാമങ്ങളിൽ പോലും തൻ്റെ കാര്യങ്ങളെ എത്തിച്ചിരുന്നു. ജൈസെ പശുവും പക്ഷിയും ആത്മീയവും ആദിക്കെ ചിത്ര. അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് മനുഷ്യൻ്റെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ചിത്രങ്ങളാണ്. इसके बाद ഭാവസങ്കേതों द्वारा മനുഷ്യ अपनी बात पहुंचाने लगा. പിന്നീട് അങ്ങോട്ട് ഭാവസങ്കേതങ്ങൾ മുഖേന അവർ തൻ്റെ കാര്യങ്ങൾ എത്തിക്കാൻ തുടങ്ങി. निबंध से आगे अक्षरों के महत्व की तरह ध्वनि के महत्व के बारे में जितना जानते हो लिखो. अक्षरों द्वारा हम लिखकर अपने भाव व्यक्त करते हैं और ध्वनि द्वारा कहकर. അക്ഷരങ്ങൾ മുഖേന നമ്മൾ എഴുതിയാണ് നമ്മുടെ ഭാവങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ശബ്ദം മുഖേന നമ്മൾ പറഞ്ഞാണ് നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഭാവങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നത്. अक्षर और ध्वनि भाषा के दोनों रूपों लिखित और मौखिक भाषा के मुख्य आधार स्तंभ है. और അക്ഷരങ്ങളും ധ്വനിയും ശബ്ദവും ഭാഷയുടെ 2 രൂപങ്ങളാണ്. അതായത് ലിഖിത ഔർ മൗഖിക് ഭാഷ, അതാണ് ഭാഷയുടെ 2 രൂപങ്ങൾ. അതിൻ്റെ മുഖ്യ ആധാര സ്തംഭങ്ങളാണ്, അതിൻ്റെ ബേസാണ്. അക്ഷരം കെ ബിന ലിഖാ നഹീ ജാ സക്താ ഔർ ധ്വനി കെ ബിന ബോൽനെ കി കൽപ്പന നഹീ കി ജാ സക്തി ഹെ. അക്ഷരങ്ങൾ ഇല്ലാതെ നമുക്ക് എഴുതാൻ കഴിയില്ല, അതുപോലെ ശബ്ദമില്ലാതെ നമുക്ക് സംസാരിക്കാനായിട്ട് ഒന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. കാൻ സെ സുനി ഗയി പ്രത്യേക ആവാസ് ധ്വനി കഹലാത്തി ഹെ. ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളുമാണ് ധ്വനി എന്ന് പറയുന്നത്. സാർത്ഥക ധ്വനിയോം കെ ഉച്ചാരൺ ദ്വാരാഹി. അതായത് സാർത്ഥകമായ അർത്ഥവത്തായ ശബ്ദങ്ങളുടെ ഉച്ചാരണം മുഖേന ഹം അപ്പന ഭാവ വ്യക്ത് കർത്തേ ഹേ. നമ്മുടെ ഭാവങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നു. അർത്ഥവത്തായ ശബ്ദങ്ങളുടെ ഉച്ചാരണത്തിലൂടെ നമ്മൾ നമ്മുടെ ഭാവങ്ങളെ മനസ്സിലാക്കുന്നു. ഇസ്ലിയെ അക്ഷരോം കെ സമാൻ ഹി ധ്വനിയോം മഹത്വപൂർണ്ണ ഹേ. അതുകൊണ്ട് അക്ഷരങ്ങളെ പോലെ തന്നെ ശബ്ദങ്ങൾക്കും വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. अगला प्रश्न है, मौखिक भाषा का जीवन में क्या महत्व होता है? മൗഖിക് ഭാഷയ്ക്ക് ജീവിതത്തിൽ എന്ത് മഹത്വമാണ് ഉള്ളത്? ഇസ് പർ ശിക്ഷക് കെ സാത്ത് കക്ഷാ മേ ബാത്ചീത് കരോ. ഈ വിഷയത്തെക്കുറിച്ച് അധ്യാപകനുമായി ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. മൗഖിക് ഭാഷ ഭാവോं को व्यक्त करने का मुख्य साधन है. മൗഖിക് ഭാഷയാണ് ഭാവങ്ങളെ വ്യക്തമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം.
हमारे प्रतिदिन के व्यवहार में हम मौखिक भाषा का प्रयोग ही सबसे अधिक करते हैं. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈനംദിന വ്യവഹാരത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മൗഖിക് ഭാഷയാണ്. मुख से बोलकर कानों से सुनकर अपने भावों और विचारों का आदान प्रदान करते हैं. നമ്മൾ വായ കൊണ്ട് പറഞ്ഞ് ചെവി കൊണ്ട് കേട്ട് തൻ്റെ ഭാവങ്ങളും വിചാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. ആദാൻ പ്രദാൻ കരണമെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. मौखिक भाषा के बिना हम मूक बधिर व्यक्ति के समान ही है. മൗഖിക് ഭാഷ ഇല്ല എങ്കിൽ നമ്മൾ മൂകരും ബധിരരുമായ വ്യക്തിയെ പോലെ ഇരിക്കും. ജോ ബോൾ സുൻ നഹീം സക്ത, ഏതൊരാൾക്കാണോ സംസാരിക്കാനും കേൾക്കാനും കഴിയാത്തത് നമ്മളും അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. മൗഖിക് ഭാഷ കാ महत्व इसलिए बढ़ जाती है कि हर बात को हम लिखकर अभिव्यक्त नहीं कर सकते. അതായത് മൗഖിക് ഭാഷയുടെ ഇമ്പോർട്ടൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുന്നതിന് കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതി പ്രകടിപ്പിക്കാനായിട്ട്, അഭിവ്യക്തി കർണാത പ്രകടിപ്പിക്കുക, എഴുതി പ്രകടിപ്പിക്കാനായിട്ട് കഴിയില്ല. इसके अलावा लिखित भाषा सीखने के लिए अधिक समय लगता है. അതുകൂടാതെ ലിഖിത ഭാഷ പഠിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുപാട് സമയം വേണം. लेकिन मौखिक भाषा का प्रयोग तो विशेष शिक्षण के बिना ही सीखता है. എന്നാൽ മൗഖിക ഭാഷാ പ്രയോഗം പ്രത്യേകിച്ചൊരു ശിക്ഷണവുമില്ലാതെ, പ്രത്യേകിച്ചൊരു ട്രെയിനിങ്ങും ഇല്ലാതെ തന്നെ നടക്കും. बोलना शुरू होने के साथ मौखिक भाषा नैसर्गिक रूप से सीखता है. നമ്മൾ ഒരു മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങുന്നതോടൊപ്പം തന്നെ മൗഖിക് ഭാഷയും നൈസർഗികമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നു. अगला प्रश्न है, हर वैज्ञानिक खोज के साथ किसी न किसी वैज्ञानिक का नाम जुड़ा होता है, लेकिन अक्षरों के साथ ऐसा नहीं है, क्यों? എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും പിന്നീടെയും കൂടെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരും കൂടെ ചേർത്തിട്ടുണ്ടാവും. എന്നാൽ അക്ഷരങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയില്ല. അതായത് അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തം ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ പേര് പറയാനില്ല. അതെന്തുകൊണ്ടാണ്? ഹർ വൈജ്ഞാനിക ഖോജ് കിസി ന കിസി വിശേഷ വ്യക്തി കി ദേൻ ഹെ. എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തവും ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ സമ്മാനമാണ്. इसलिए इनके साथ उस वैज्ञानिक का नाम जुड़ा है. അതുകൊണ്ട് ആ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ കൂടെ ആ ശാസ്ത്രജ്ഞൻ്റെ പേര് കൂടി ചേർക്കുന്നു. ലേക്കിൻ അക്ഷരോं की खोज किसी विशेष व्यक्ति की देन नहीं है. എന്നാൽ അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയുടെ സംഭാവനയല്ല. यह मानव जाति के सम्मिलित प्रयत्न का परिणाम है. ഇത് മുഴുവൻ മാനവജാതിയുടെയും പ്രയത്നത്തിൻ്റെ പരിണത ഫലമാണ് ഈ ഭാഷ അഥവാ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തത്തിലൂടെ പ്രത്യേകിച്ചൊരു വ്യക്തിയുടെ പേര് നമുക്ക് ചേർക്കാൻ കഴിയില്ല. അക്ഷരോं की खोज एक दिन में नहीं हुई. അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തം ഒരു ദിവസം ഉണ്ടായതല്ല. इसका विकास धीरे धीरे हुआ. ഈ അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അത് വളരെ അതിൻ്റെ പതുക്കെ വികാസം പ്രാപിച്ച് വന്നതാണ്. ക്രമസേ ഹുവ, അതിനൊരു ക്രമമുണ്ട്. ആദ്യം ചിത്രസങ്കേതങ്ങളുണ്ടായി, പിന്നെ ഭാവസങ്കേതങ്ങളുണ്ടായി, അതിൽ നിന്ന് പതുക്കെ അക്ഷരങ്ങൾ കണ്ടുപിടിച്ചു. അനേക പരിവർത്തനಕ್ಕೆ बाद ही उसका विकास हुआ. അനേകം പരിവർത്തനങ്ങൾക്ക് ശേഷം മാത്രമാണ് അക്ഷരങ്ങൾ ഉണ്ടായത്. അനുമാൻ और कल्पना. पुराने ज़माने के लोग क्यों सोचते थे कि अक्षर और भाषा की खोज ईश्वर ने की थी? അനുമാൻ ലഗാവോ और बताओ. പഴയ ആളുകൾ ഈ അക്ഷരങ്ങളും ഭാഷയൊക്കെ ഈശ്വരനാണ് കണ്ടുപിടിച്ചതെന്ന് ചിന്തിക്കുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. പുരാനെ ജമാനെ കെ ലോഗ് നഹീം ജാൻതേ थे कि अक्षरों की खोज किसने की है. പണ്ടുകാലത്തെ ആളുകൾക്ക് അറിയില്ല അക്ഷരങ്ങൾ ആരാണ് കണ്ടുപിടിച്ചതെന്ന്. വേ ഈശ്വർ കോ സർവശക്തിമാൻ മാൻതേ थे. അവർ ഈശ്വരനെ ഏറ്റവും ശക്തിമാൻ, എല്ലാ കഴിവുമുള്ള ആളായിട്ടാണ്, ഈശ്വരനായിട്ടാണ് എന്ന് സങ്കല്പിച്ചത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള സംഭാവനകളും ഈശ്വരൻ്റേതാണ് എന്ന് വിശ്വസിച്ചിരുന്നു. യഹി കാരൺ ഹെ കി ഉനെ കിസി ഭി ചീസ് കി ഉൽപ്പത്തി കെ വിഷയ മേ ജാൻകാരി നഹീം थे. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. വേ ചീസോം കോ ഈശ്വർ കി ദേൻ മാൻതേ. അവരെല്ലാ സാധനങ്ങളും ഈശ്വരൻ്റെ വരദാനമായിട്ടാണ്, സംഭാവനയായിട്ടാണ് കണക്കൂട്ടിയിരുന്നത്. അതുപോലെ തന്നെ അക്ഷരങ്ങളും ഭാഷയുമെല്ലാം ഈശ്വരൻ്റെ വരദാനമായിട്ട് അവർ കണ്ടിരുന്നു. അഗല പ്രശ്നം, अक्षरों के महत्व के साथ ही मनुष्य के जीवन में गीत, नृत्य और खेलों का भी महत्व है. അക്ഷരങ്ങളുടെ മഹത്വത്തോടൊപ്പം തന്നെ മനുഷ്യ ജീവിതത്തിൽ പാട്ടിനും നൃത്തത്തിനും കളികൾക്കും എല്ലാം മഹത്വമുണ്ട്. ഭാഷാമേ സമൂഹമേ
बातचीत करके इनके महत्व के बारे में जानकारी इकट्ठी करो और कक्षा में प्रस्तुत करो. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഭാഷയുടെ നൃത്തം, സംഗീതം, കളികൾ, ഗെയിംസ് ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എഴുതാൻ. സംഗീത്, നൃത്യ ഔർ ഖേൽ മൻ ബഹലാനെ കെ സാധൻ ഹേ. സംഗീതവും നൃത്തവും കളികളുമൊക്കെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഉപാധികളാണ്. സംഗീത ഔർ നൃത്യ തോ ഉസ് സാമാജിക് ലോക സംസ്കൃതി കോ ഭി പ്രദർശിത് കർത്തേ ഹേ. സംഗീതവും നൃത്യവും ഒരു സമൂഹത്തിൻ്റെ അവരുടെ ആ നാട്ടു സംസ്കാരത്തെയാണ്, ലോക സംസ്കൃതി കാ മതലബ് നാട്ടു സംസ്കാരം, അതിനെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം ഓരോ നാട്ടിലും അവരവരുടേതായ ഒരു നാടിൻ്റേതായ കലകളുണ്ട്. നാടൻ പാട്ടുകളും നാടൻ നൃത്ത രൂപങ്ങളും എല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഖേലോं के माध्यम से शरीर के विभिन्न अंगों को व्यायाम मिलता है. കളികൾ മുഖേന നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ അംഗങ്ങൾക്ക് വ്യായാമം ലഭിക്കുന്നു. ये शरीर और मस्तिष्क के विकास में सहायक होते हैं. അവ ശരീരത്തിൻ്റെയും മസ്തിഷ്കത്തിൻ്റെയും വികാസത്തിന് സഹായകമാകുന്നു. ये मनुष्य को मजबूत बनाते हैं. കളികൾ മനുഷ്യനെ സ്ട്രോങ് ആക്കുന്നു, ശക്തിയുള്ളവരാകുന്നു. സംഗീത, നൃത്യ ഔർ ഖേലോം കെ ബിന മനുഷ്യ ജീവൻ നീരസ് ലേക്കേക. സംഗീതവും നൃത്തവും കളികളും ഇല്ലാതെ മനുഷ്യൻ്റെ ജീവിതം ഒരു രസവും ഉണ്ടാവില്ല, നീരസമായിരിക്കും, ഒരു രസവും ഉണ്ടാവാതെ മുരടിച്ചതാവും. യഹി ഹേ ഉൻകാ മഹത്വ. അതാണ് അവയുടെ മഹത്വം എന്ന് പറയുന്നത്. അഗർ ഹമാരെ പാസ് അക്ഷർ ന ഹോത്തേ തോ ക്യാ ഹോത്ത. നമ്മുടെ അക്ഷരങ്ങളില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് അടുത്ത ചോദ്യം. യദി ഹമാരെ പാസ് അക്ഷർ ന ഹോത്തേ തോ ആജ് ഹം ഇത്തന വികസിത് ന ഹോത്തേ. ഇന്ന് നമ്മൾ ഇത്രയും വികസിക്കുമായിരുന്നില്ല. അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ നമ്മൾ ഇന്ന് ഇത്ര വികസിക്കുമായിരുന്നു. ഹമേ ഹമാരെ ഇതിഹാസ് കാ കുച്ച് പതാ നഹീ ഹോത്ത. നമുക്ക് ചരിത്രത്തെക്കുറിച്ച് യാതൊരു അറിവും ലഭിക്കുകയുമില്ല. ഹമാരെ പൂർവജോ നെ കബ് കഹാൻ കൈസെ അപ്പന ജീവൻ ബിതായ യഹ്ന ജാൻ പാത്തെ. നമ്മുടെ പൂർവികർ എപ്പോഴും എവിടെ എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് എന്നും നമുക്കറിയാൻ കഴിയുമായിരുന്നില്ല. ഒരു വിചാർ ജ്ഞാൻ ഔർ അനുഭവം കാ ലാഭ് ബി ഹമേ നഹി മിൽത്ത. അവരുടെ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അനുഭവങ്ങളുടെയും ലാഭവും നമുക്ക് പ്രയോജനവും നമുക്ക് ലഭിക്കില്ല. മാനവ ജാതി കാ വികാസ് അവരുദ്ധ ഹോ ജാത്ത. മനുഷ്യജാതിയുടെ പുരോഗതി എന്ന് പറയുന്നത് മുരടിച്ചു പോകും. ഔർ ഹം ആജിക്ക് അവസ്ഥ തക്ക് നഹീം പഹുഞ്ച് സക്തെ. മനുഷ്യന് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഈ അവസ്ഥ വരെ മനുഷ്യന് എത്താൻ കഴിയുമായിരുന്നില്ല, അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ. അഗർ ഭാഷ ന ഹോത്തി തോ ക്യാ ഹോത്ത. അഗല പ്രശ്നക്ക് ഭാഷ ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഭാഷ ഭാവോം കോ പ്രകട് കർണേ കാ മാധ്യം ഹേ. ഭാഷ എന്ന് പറയുന്നത് ഭാവങ്ങളെ വ്യക്തമാക്കാനുള്ള മാധ്യമമാണ്. അഗർ ഭാഷ ന ഹോത്തി തോ മൻ കെ ഭാവോം കോ വ്യക്ത് കർണേ കാ മാധ്യം ന മിൽത്ത. മനസ്സിലെ ഭാവങ്ങളെ വ്യക്തമാക്കാനുള്ള ഒരു മാധ്യമം ഉണ്ടാകുമായിരുന്നില്ല. ലോക് ഏക് ദൂസരേക്കോ അപ്പനി ബാത് കഹ് നഹീം പാത്തെ. ആളുകൾക്ക് പരസ്പരം അവരവരുടെ കാര്യങ്ങളൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല. ലോക് അലഗ് അലഗ് രഹത്ത. ആളുകളും വേറെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് താമസിക്കുമായിരുന്നു. ജൈസെ പശു സാത് രഹ് കഭി അലഗ് അലഗ് രഹത്തെ ഹേ വൈസി ഹി സ്ഥിതി മനുഷ്യക്ക് ഭി ഹോത്തി. അതായത് മൃഗങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഓരോരുത്തരും സെപ്പറേറ്റഡ് ആണ്. ഒരാളുടെ വികാരങ്ങളെ മറ്റൊരാൾക്ക് അറിയാൻ കഴിയില്ല, മറ്റൊരു പശുവിനോ മൃഗങ്ങൾക്കോ അറിയാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ മനുഷ്യനും തൻ്റെ മനസ്സിലെ ഭാവങ്ങളും ചിന്തകളും മറ്റൊരാളെ അറിയിക്കാൻ കഴിയുമായിരുന്നില്ല. പശുക്കളെ പോലെ മൃഗങ്ങളെ പോലെ തന്നെ നമ്മളും ജീവിക്കേണ്ടി വന്നേനെ. അക്ഷരം കി ഖോജ് മനുഷ്യക്ക് സബ്സെ ബഡി ഖോജ് കെ കേസേ. അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എങ്ങനെ? അക്ഷരം കി ഖോജ് മനുഷ്യ ജീവൻ മേ കൈ പരിവർത്തൻ ലായേ. അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ജീവിതത്തിൽ അനേകം പരിവർത്തനങ്ങൾ കൊണ്ടുവന്നു. മനുഷ്യ അപ്പനെ വിചാർ ഔർ ഹിസാബ് കിതാബ് ലിഖക്കർ രഖനെ ലഗെ. മനുഷ്യൻ തൻ്റെ വിചാരങ്ങളും നിത്യജീവിതത്തിലെ കണക്കുകളും അനുഭവങ്ങളുമെല്ലാം എഴുതി വയ്ക്കാൻ തുടങ്ങി. ഉസ്കെ ബാദ് മനുഷ്യ സഭ്യ കഹ ജാനേ ലഗ. അതിനുശേഷം മനുഷ്യരെ സിവിലൈസ്ഡ് കൾച്ചറായിട്ടുള്ള മനുഷ്യരെന്ന് പറയാൻ തുടങ്ങി. ഏക പീഡിക്ക് ജ്ഞാൻ ദൂസരി പീഡി ഉപയോഗ കർണയിലേക്ക്. ഒരു തലമുറയുടെ അറിവുകളെ മറ്റൊരു തലമുറ ഉപയോഗിക്കാൻ തുടങ്ങി. മാനവരാശി കാ വികാസ് തേസ് ഹോനയിലേക്ക്. മനുഷ്യകുലത്തിൻ്റെ വികാസം വളരെ ഫാസ്റ്റ് ആവാൻ തുടങ്ങി, വേഗത്തിലാകാൻ തുടങ്ങി. ഇതിഹാസ് ആരംഭ ഇതിഹാസം ആരംഭിച്ചു. ഇനിയും കാരണവും സെ ഹം കഹ് സക്തെ ഹേ കി അക്ഷരോं की खोज മനുഷ്യ की सबसे बड़ी खोज है. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പറയാൻ കഴിയും അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന്. അക്ഷരം കാ ക്യാ മഹത്വ ഹേ. അക്ഷരങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്? എന്താണ് അക്ഷരങ്ങളുടെ ഇമ്പോർട്ടൻസ്?
അക്ഷർ ലിഖിത് ഭാഷ കാ ബുനിയാദ് ഹേ. അക്ഷരങ്ങളാണ് എഴുത്ത് ഭാഷയുടെ ബേസ് എന്ന് പറയുന്നത്. ലിഖേ ഹുയെ ശബ്ദ സ്ഥായി ഹോത്തെ ഹേ. എഴുതപ്പെട്ട വാക്കുകൾ സ്ഥിരമാണ്, സ്ഥിരതയുള്ളതാണ്. അക്ഷർ ജ്ഞാൻ ഔർ വിചാരോ കെ പ്രസാർ മേ മുഖ്യ ഭൂമിക നിഭാത്തെ ഹേ. അക്ഷരങ്ങളാണ് മനുഷ്യൻ്റെ അറിവിൻ്റെയും വിചാരങ്ങളുടെയും പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ മുഖ്യ ഭൂമിക, ഏറ്റവും വലിയ പ്രധാനമായ റോള് വഹിക്കുന്നത്. അക്ഷरों के माध्यम से देश दुनिया की खबरें और विभिन्न जानकारियाँ पत्र पत्रिकाओं में पढ़ते हैं. അക്ഷരങ്ങൾ മുഖേനയാണ് നമ്മൾ ഈ വിദേശത്തും സ്വന്തം ദേശത്തുമുള്ള എല്ലാ വാർത്തകളും വിഭിന്ന ജാൻകാരിയും ഇൻഫർമേഷൻസും എല്ലാം പത്രമാധ്യമങ്ങളിലൂടെയും പത്രികകളിലൂടെയും ഒക്കെ വായിക്കുന്നത്. ഇസ് പ്രകാർ അക്ഷരോं का बड़ा महत्व है. അങ്ങനെ അക്ഷരങ്ങൾക്ക് വളരെയേറെ മഹത്വമുണ്ട്. ലഘു ഉത്തരീയ പ്രശ്ന. പുസ്തകോं के मूल में क्या है? सभी पुस्तकों के मूल में अक्षर है. ധർത്തി പർ മാനവ കി ഉൽപ്പത്തി കബ് ഹുയി. ഈ ഭൂമിയിലെ മനുഷ്യൻ എപ്പോഴാണ് ജന്മമെടുത്തത്? ധർത്തി പർ മാനവ കി ഉൽപ്പത്തി കരീബ് 5 लाख साल പഹലെ ഹുയി. ഏകദേശം 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചത്. ധർത്തി കി ആയു കിത്തനി ഹേ. ഈ ഭൂമിയുടെ വയസ്സ് എത്രയാണ്? ധർത്തി കി ആയു ലഗ്ഭഗ് 5 അറബ് സാൽ ഹേ. ഈ ഭൂമിയുടെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 500 കോടി വർഷമാണ്. 500 കരോഡ്. ഇതിഹാസ് കബ് സെ ശുരു ഹുവ. ഇതിഹാസം എപ്പോഴാണ് ആരംഭിച്ചത്? ജബ് സെ ആദ്മി ലിഖന ശുരു കിയ തബ് സെ ഇതിഹാസ് ആരംഭ ഹുവ. എപ്പോഴാണോ മനുഷ്യൻ എഴുതാൻ ആരംഭിച്ചത് അപ്പോൾ മുതൽ ചരിത്രവും ആരംഭിച്ചു. പ്രാഗൈതിഹാസിക് കാൽ കിസെ കഹത്തെ ഹേ. പ്രാഗൈതിഹാസിക് കാൽ എന്ന് പറയുന്നത് എന്തിനെയാണ്? അഥവാ പ്രീ ഹിസ്റ്റോറിക്കൽ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇതിഹാസ് കെ ആരംഭ കെ പഹലെ കെ കാൽ കോ പ്രാഗൈതിഹാസിക് കാൽ കഹത്തെ ഹേ. ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാലത്തെയാണ് പ്രാഗൈതിഹാസിക് കാൽ എന്ന് പറയുന്നത്. അക്ഷരോं की खोज किसने की? अक्षरों की खोज आदमी ने की अथवा मनुष्य ने की. ഭാവസങ്കേത് കേസെ അസ്തിത്വമേ. ഭാവസങ്കേതങ്ങൾ എങ്ങനെയാണ് നിലവിൽ വന്നത്? ചിത്രസങ്കേതവും സെ ഭാവസങ്കേത് അസ്തിത്വമേ. ചിത്രസങ്കേതങ്ങളിൽ നിന്നാണ് ഭാവസങ്കേതങ്ങൾ നിലവിൽ വന്നത്. ഇത്രയുമാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പാഠത്തിൻ്റെ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.